കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് മിന്റ് ലൈമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി കുടിക്കാൻ പോകുന്നത്. ഈ ഒരു ചൂട് കാലത്തും നോമ്പ് കാലത്തും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കി കുടിക്കാനും പറ്റും. ഇനിയിപ്പോൾ മിന്റ് ലീഫ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കൊണ്ട് വേണം ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ടും. അപ്പോഴാണ് നമ്മുടെ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു മിന്റ് ലൈം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. മിന്റ് ലൈം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറയെ തന്നെ പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇലകൾ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് അധികം ഒന്നും കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ പുറത്തുനിന്നാണ് വാങ്ങുന്നതെങ്കിൽ നല്ലതുപോലെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷമായിരിക്കണം ഉപയോഗിക്കാൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഇലകളെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റണം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഇലകൾ വെച്ചിട്ട് 6 ഗ്ലാസ് മിന്റ് ലൈമാണ് തയ്യാറാക്കാൻ സാധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം അളവ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് കൂടി ചേർക്കണം. ഒരു 4 നാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ അരച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചുകൂടി എടുക്കണം. ഇനി നമുക്ക് ലൈം ഒഴിച്ചെടുക്കാനുള്ള ഗ്ലാസുകൾ എടുത്ത് വയ്ക്കാം. ഗ്ലാസ്സിലേക്ക് ചിയാ സീഡ്സും ഐസ് ക്യൂബ് കൂടെ ചേർക്കാം. അതിനുശേഷം ഓരോ ഗ്ലാസ്സിലേക്കും നമ്മുടെ ലൈം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പോടുകൂടി തന്നെ കുടിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് വളരെ റീഫ്രഷിംഗ് ആയിട്ട് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ലൈം ഡ്രിങ്ക് ആണ്. ഈ ഒരു ചൂട് കാലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി കുടിക്കാൻ മറക്കല്ലേ. ഇവിടെ വീടുകളിൽ നമ്മൾ ജ്യൂസ് എല്ലാം തയ്യാറാക്കുമ്പോൾ മധുരത്തിൻ്റെ അളവ് വളരെ കുറച്ച് വേണം തയ്യാറാക്കി കുടിക്കാനായിട്ടും. അതുപോലെ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഈ ഒരു ലീഫിനെ വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി കുടിക്കുമ്പോഴാണ് ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.